കേരളത്തിലെ ആരോഗ്യമേഖല തകരാറിലാണെന്ന് പറഞ്ഞ് സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തി. പോലീസിനെ കണ്ടപ്പോൾ കുഴഞ്ഞു വീണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ അതേ ആശുപത്രിയിൽ തന്നെ ചികിത്സ കൊടുത്ത് സുഖപ്പെടുത്തി വിട്ടു. യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഒരു ഗതികേട് നോക്കണേ. സർക്കാരിനെ എഴുതി കാണിക്കുവാൻ വേണ്ടി, സർക്കാർ ആശുപത്രികളെ കുറ്റം പറയാൻ വേണ്ടി സ്വകാര്യ ആശുപത്രികളിൽ നിന്നും കൈമടക്കം വാങ്ങി സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാനെത്തിയതാണ്. അവസാനം അതേ ആശുപത്രിയിൽ തന്നെ കുഴഞ്ഞു വീണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ അതേ ആശുപത്രിയിൽ തന്നെ ചികിത്സിപ്പിക്കേണ്ട അവസ്ഥ. ഗതികേടെന്നല്ലാതെ എന്തു പറയാനാണ്? ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കൃഷിയുടെ ശ്രദ്ധിക്കല്ലേ വണ്ടി നമ്മൾ കവർ ചെയ്തപ്പോ പോലീസ് ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇതിലും വലിയ എന്ത് തെളിവാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കേണ്ടത്? സർക്കാർ ആശുപത്രികളെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസും സതീശനും ചേർന്ന് ഈ നാടകങ്ങൾ നടത്തുന്നത് എന്നതിന് ഇതിലും വലിയ തെളിവ് മറ്റെന്ത് വേണം? സർക്കാർ ആശുപത്രികളുടെ ചികിത്സ പോരാ, ആരോഗ്യമേഖല തകരാറിലാണെന്ന് പറഞ്ഞ് സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്തിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക തലകറങ്ങി വീഴുമ്പോൾ അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുമ്പോൾ ആ പ്രവർത്തകയ്ക്ക് സഹായമായി മാറുന്നതും അതേ സർക്കാർ ആശുപത്രി തന്നെ. ഇത് സത്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് പ്ലസ് പോയിൻ്റാണ്. എന്തുകൊണ്ടെന്നല്ലേ, സർക്കാർ ആശുപത്രികൾ എത്രത്തോളം കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് തെളിയിച്ചു തരികയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമരത്തിലൂടെ. കേരളത്തിലെ ആരോഗ്യമേഖലയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൃത്യമായ ഇടപെടലിലൂടെ ആരോഗ്യമന്ത്രി വീണ ജോർജും സർക്കാരും ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നുമുണ്ട്. ഒരാശുപത്രിക്കുള്ളിൽ സർജറി വിഭാഗത്തിലുണ്ടാകുന്ന പിഴവുകളും ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും വരുന്ന പിഴവുകളുമൊക്കെ ആ സമയങ്ങളിൽ ഡോക്ടർമാർക്കുണ്ടാകുന്ന വലിയ ഗുരുതര വീഴ്ചകൾ തന്നെയാണ്. പക്ഷേ ഇത്രയും നല്ല രീതിയിൽ ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ തലയിലേക്ക് ഇത്തരം കുറ്റങ്ങളുടെ പഴി നൽകുവാൻ വേണ്ടി ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സതീശനടങ്ങുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഒന്നറിയാൻ വേണ്ടി പറയുകയാണ്. ഇന്ന് കുഴഞ്ഞു വീണ നിങ്ങളിൽ ഒരാളായ പ്രവർത്തകയെ സംരക്ഷിക്കുവാൻ പോലും സർക്കാർ ആശുപത്രി തന്നെ വേണ്ടി വന്നു. അതിനർത്ഥം എന്താണ്? സർക്കാർ ആശുപത്രികളിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണ്. അവിടെയും ഇവിടെയും ഉണ്ടാകുന്ന ചില വീഴ്ചകൾ അത് ഗുരുതര വീഴ്ചകൾ തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ കൃത്യമായ രീതിയിൽ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുന്നുണ്ട് വീണ ജോർജിൻ്റെ കീഴിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമേഖല. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലെ ആരോഗ്യമേഖല തകരാറിലാണെന്ന് പറഞ്ഞ് നടത്തിയ സമരം, ഉഡായിപ്പ് സമരം, അതിപ്പോൾ സർക്കാരിൻ്റെ ആരോഗ്യമേഖലയ്ക്ക് തന്നെ കൃത്യമായ ഒരു പബ്ലിസിറ്റിയായി മാറുകയാണ്.